ഹായ്, ഞാനുണ്ടല്ലോ ഒരു ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറെടുക്കുവാണ്. എന്താണെന്നല്ലേ, ഞാൻ ഒരു ക്രീം ഉപയോഗിച്ചിട്ട്, ഒരു ഫെയർനെസ് ക്രീം, ഒരു സ്കിൻ കെയർ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട്, ഗ്ലാമർ വർദ്ധിച്ചിട്ടുണ്ട്, നിറം വർദ്ധിച്ചിട്ടുണ്ട്, ലിപ്പിൻ്റെ കളർ വർദ്ധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ഓരോ വീഡിയോയിൽ. അതിന് മുമ്പ് ആ ക്രീമിനെ കുറിച്ചൊരു വീഡിയോയും ചെയ്തിരുന്നു. അപ്പോൾ ഞാനൊരു കുട്ടിക്ക് കാലിന് കുറേ വർഷങ്ങളായിട്ട് അലർജി ഉണ്ട്, പലവിധ ചികിത്സകൾ ചെയ്തിട്ട് അത് ഭേദപ്പെടുന്നില്ല. അങ്ങനെ നിരാശയിലിരിക്കുമ്പോഴാണ് ഞാൻ ഈ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യാൻ കൊടുത്തതെന്നും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് കാണിക്കാമെന്നൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളിതിപ്പോൾ ഒരു 2 ആഴ്ചയായി യൂസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു ഇന്നലെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല സന്തോഷത്തിലാണ് പുള്ളിക്കാരി. അപ്പോൾ എന്നോട് പറഞ്ഞു, കാലിൻ്റെ ചുറ്റുമുള്ള അലർജി കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്, അത് പഴകിയതല്ലേ മാം, അപ്പോൾ അത് അത്രയ്ക്ക് പെട്ടെന്ന് കുറയുമല്ലോ, പക്ഷേ കാലിൻ്റെ ഫ്രണ്ടിൽ ആ വിരലിൻ്റെ ഇടയ്ക്കായിട്ടൊരു കറുത്ത പാടുണ്ട്. അതന്ന് ഞാൻ ബിഫോർ അത് ഭേദപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് തെളിവായിട്ട് കാണിക്കാൻ വേണ്ടി അന്നത്തെ അവസ്ഥയിൽ ഒരു ഫോട്ടോ എൻ്റെ ഫോണിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു ആ കറുത്ത പാട് മാഞ്ഞു തുടങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് വീഡിയോയിൽ അത് തെളിവായിട്ട് കാണിക്കാൻ വേണ്ടി ഞാൻ വന്നൊരു ഫോട്ടോ എടുത്തോട്ടെ, കാണിക്കാൻ മാത്രമുള്ള ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടേക്ക് പോകാൻ ഒരുങ്ങുകയാണ് കൂട്ടുകാരെ. അപ്പോഴും ഞാൻ അവിടെ പോയിട്ട് അവളുടെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഒന്ന് കണ്ട് നേരിട്ട് മനസ്സിലാക്കി അതിനെ യൂസ് ചെയ്തിട്ട് വ്യത്യാസമുണ്ടോ എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴല്ലേ നമുക്ക് ആ പ്രോഡക്റ്റ് എത്രത്തോളം ഇഫക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് നേരിട്ടറിയാൻ പറ്റുള്ളൂ. ഞാൻ കണ്ടോ ഒരു മൈക്കുണ്ട്, ഈ മൈക്കും ട്രൈപ്പോഡും ഒക്കെ എടുത്ത് ഒടിച്ച് മടക്കി പാക്ക് ചെയ്ത് പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പം എൻ്റെ കൂടെ പോന്നാൽ കാണാം, നേരിട്ട് കാണാം. വാ നമുക്ക് പോയേക്കാം. ബസ് മിസ്സാവും, ഇനി അധികം ദീർഘിപ്പിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഓടിപ്പോകട്ടെ. നിങ്ങൾ എന്നോടൊപ്പം ഓടിക്കോ, അവിടെ വന്നാൽ കാണാം കേട്ടോ. ഓക്കെ. ഹായ്, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു വീഡിയോ പിടിക്കാൻ പോവുകയാണ്. ഒരു ക്രീം അപ്ലൈ ചെയ്തിട്ട് കാലിൻ്റെ ഒരു അവസ്ഥ ഭേദപ്പെട്ട ഒരു സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഫോട്ടോ പിടിക്കാൻ പോവുകയാണ് തെളിവിനെന്നൊക്കെ. ഞാനവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ സ്റ്റുഡൻറ്റ് ജ്യോതി. ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആ ക്രീം ഉപയോഗിച്ച് ആ മാറ്റം വന്ന ജ്യോതി തന്നെ നേരിട്ട് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് അത് കൂടുതൽ വിശ്വസനീയമാകും. അതുകൊണ്ടാണ് നേരിട്ട് വന്നത്. ജ്യോതിക്ക് കാലയിൽ ഈ അവസ്ഥ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഏകദേശം ഒരു 10-24 കൊല്ലം. 24 കൊല്ലം. അപ്പൊ നല്ലോണം പഴക്കമുണ്ട്. അലർജി ആയിരുന്നു ആദ്യം. ഈ മണ്ണിന്റെ അലർജി ആയിട്ടാണ് ഡോക്ടർമാർ പറഞ്ഞത്, സ്കിന്നിന്റെ പ്രശ്നം. അന്ന് പല ഇംഗ്ലീഷ് മരുന്നെല്ലാം ട്രൈ ചെയ്ത് നോക്കി. അപ്പം തേക്കുമ്പോൾ അങ്ങ് കുറയും. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പൊടിയോ മണ്ണോ ഒക്കെ അടിക്കുമ്പോഴത്തേനും വീണ്ടും കൂടും. അങ്ങനെ മഞ്ഞൊക്കെ ആയി കഴിയുമ്പോൾ ഭയങ്കര വേദന, പ്രശ്നം അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുമായിരുന്നു. പിന്നെ അപ്പോൾ കുറേ കൊല്ലങ്ങളായി. ഇപ്പോൾ ലാസ്റ്റ് ഡോക്ടർമാർ പറഞ്ഞത് ഒരുപാട് ഓയിൽമെൻ്റ് എല്ലാം ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്കിന്നിന് സ്റ്റിറോയിഡൊക്കെ ആയതുകൊണ്ട് സ്കിന്നിന് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞ കാരണം ഇംഗ്ലീഷ് മരുന്ന് നിർത്തി. പിന്നെ നമ്മൾ സാധാരണ വീട്ടിലുള്ള എണ്ണയോ അങ്ങനത്തെ ഒക്കെ വേദന വരുമ്പം പുരട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ടീച്ചറിനെ കാണാനിടയായത്. പച്ചമരുന്ന്, എണ്ണകൾ, ആയുർവേദം, അങ്ങനത്തെ ഒക്കെ. ഇത് ശരിക്കും കാലിന്റെ പാദത്തിന് ചുറ്റുമുണ്ടോ? പാദത്തെ മാത്രം, മുകളിലോട്ട് കാലിന്റെ മുകളിലോട്ടോ കയ്യിലോട്ടോ ഒന്നുമില്ല, പാദത്തിന് മാത്രം. അതായത് ഈ ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ചെരുപ്പിന്റെ അലർജി ആവാം, അല്ലെങ്കിൽ മണ്ണിന്റെയോ. എന്നതാണെന്ന് നമുക്ക് അലർജിയുടെ കാരണം നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല. പൊടി, ചെരുപ്പ്. അതെ, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ജ്യോതിനെ ചെറുപുഴ വെച്ച് കണ്ടപ്പോൾ ഷൂ ഇടത്തുള്ളൂ കണ്ടതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിച്ചതും ചോദിച്ചതും കാലിന് എന്താ പറ്റിയെന്ന്. അപ്പം വർഷങ്ങളോളം പഴക്കമുള്ള ആ ഒരു അവസ്ഥ, അലർജി എന്ന അവസ്ഥ. എന്നിട്ടങ്ങ് ആ സ്കിന്നെ ഞാൻ ആദ്യം ഫോട്ടോ എടുക്കുമ്പോൾ നല്ല കറക്റ്റ് വല്ലാണ്ട്, അതാ മഞ്ഞിന്റെ സമയം കൂടെ കൂടിയ സമയമല്ലായിരുന്നു, അതങ്ങ് കറക്റ്റാ കിടന്ന്. ഇപ്പം ഞാൻ ആ ക്രീം തന്നിട്ട് ജ്യോതി പിന്നെ വേറെ മരുന്ന് വല്ലതും തേച്ചില്ല? ഇല്ല, ഒന്നും തേക്കുന്നില്ല, ആ ക്രീം മാത്രം. ദിവസം എത്ര തവണ അപ്ലൈ ചെയ്യും? രാവിലെ സാധാരണ ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെരട്ടിയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ പൊടി ഒക്കെ വീണ്ടും അടിച്ചിട്ട് നമുക്ക് കാലിന് പ്രശ്നമാണ്. രാത്രി നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കാലിൽ അപ്ലൈ ചെയ്ത് വെച്ച് കിടക്കും. അപ്പം പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഇത് സത്യം പറഞ്ഞാണ്ടല്ലോ ജ്യോതി, കാലിനല്ല മുഖത്തും ഫെയർനെസ് ക്രീം ഹോൾ ബോഡി സ്കിന്നിന് ഇപ്പൊ സോറിയാസിസ് പോലെയുള്ള അതീവ ഗുരുതരമായ ഒരു അവസ്ഥ ഭേദപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കി നോർമലായിട്ടുള്ള സ്കിന്നിന്റെ എല്ലാ പ്രോബ്ലവും മാറും. താരൻ, ചൂടുകുരു,
കാലിന്റെ വിണ്ട് കീറല് ഇപ്പൊ ഇത്രയും വർഷം പഴക്കമുള്ള 26 വർഷം പഴക്കമുള്ള ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നു എന്ന് പറയുമ്പോ അല്ലേ? അപ്പൊ അത് ജ്യോതിക്ക് അതുകൊണ്ട് പുറത്തിറങ്ങാൻ പ്രയാസമല്ലായിരുന്നോ? എനിക്ക് പുറത്തിറങ്ങാൻ പ്രയാസമായിരുന്നു. കാരണം ഒന്നാമത് നമ്മുടെ കാല് ഒരാൾ കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ അത് തന്നെയല്ല, പിന്നെ എവിടെയെങ്കിലും ഒരു ബസ് യാത്രയൊക്കെ ചെയ്യുമ്പോൾ ആരെങ്കിലും കയറി ചവിട്ടുവോ വെറുക്കുവോ ഒക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഷൂ ഇട്ടുകൊണ്ട് നടക്കുന്നത്. പിന്നെ ഷൂവിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയൊന്നും അടിക്കത്തില്ല, നമുക്ക് കാല് സേഫ് ആയിട്ടിരുന്നോളും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഗ്രൂപ്പിലൊക്കെ പോയിരിക്കുമ്പോൾ നമ്മുടെ കാല് കാണും. അതെ അതെ, നമുക്കൊരു വല്ലാത്ത നമുക്ക് നമ്മുടെ ഒരു ഇത് വരുമ്പോൾ ഒരു പെട്ടെന്ന് എങ്ങോട്ടെങ്കിലും നീറ്റായിട്ട് നടക്കാൻ ബുദ്ധിമുട്ട്. അപ്പം അങ്ങനെ ഈ സ്കിന്നിന്റെ പ്രശ്നം കൊണ്ട് പല ആൾക്കാരും ബുദ്ധിമുട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇതിപ്പം ഈ ക്രീം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം ദിവസം ഇല്ല, രണ്ടാഴ്ച ഉപയോഗിച്ചപ്പോഴത്തേനും 26 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സാധനം 2 ആഴ്ച അപ്ലൈ ചെയ്തപ്പോഴത്തേനും ഒരു 90% ഭേദപ്പെട്ടു എന്ന് പറയുമ്പോൾ അത്ഭുതകരമായ ഗുണമുള്ള ക്രീമാണെന്ന് മനസ്സിലായില്ലേ? അതാണ് ടീച്ചർ പിന്നെ അതിനകത്ത് മറ്റുള്ള കെമിക്കൽ ഒന്നും ചേർത്തിട്ടില്ല, നല്ല ക്രീമാണ്. ഇപ്പം ടീച്ചർ നമ്മുടെ ടീച്ചർ ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എന്താ പറയാ, ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുള്ള ഒരു ക്രീമും കൊണ്ട് അങ്ങനെ നടക്കുകയല്ലാന്ന് നിനക്ക് ഉത്തമ ബോധ്യമുണ്ട്. പിന്നെ ടീച്ചർ അവിടെ പോയി കണ്ട് ഇത് ഉണ്ടാക്കുന്ന രീതിയെല്ലാം കണ്ട് പഠിച്ചതാണ് എന്നും കൂടെ പറഞ്ഞു. മെഴുകാണ്. അപ്പൊ അങ്ങനെയെല്ലാം പണ്ടേ ഇങ്ങനെ പറയുന്നേക്കാം, തേനിന്റെ ഉൽപ്പന്നങ്ങൾ കാലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നിനക്ക് ഇത് എന്നോട് ഈ ക്രീം മേടിച്ച് അപ്ലൈ ചെയ്യാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഓക്കെ നീ വാങ്ങി, പക്ഷെ എന്തെങ്കിലും ഒരു എനിക്ക് അന്നേരം ടീച്ചർ നമ്മുടെ ടീച്ചറാണ്, എന്നാലും എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ഈ വിപണി കിട്ടുന്ന പിന്നെ ക്രീമുകളൊക്കെ എത്രത്തോളം നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം അപ്പൊ ഈ കാലിന് ആ ഒരു കറുപ്പുള്ള ഭാഗത്ത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തത്, മൊത്തത്തിലൊന്നും പുരട്ടിയിട്ടില്ലായിരുന്നു. അപ്പൊ അത് ഏകദേശം ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടേ മോള് പറഞ്ഞു മാറ്റമുണ്ട്, കാല് ഒരു ഇതായി. അപ്പൊ എനിക്കൊരു ആത്മവിശ്വാസം വന്നു. അപ്പൊ അങ്ങനെ കാലം മൊത്തം പുരട്ടി. പിന്നെ ഇപ്പൊ ഏകദേശം അത് തീരാനായി. അന്നേരം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്നാ ടീച്ചറിനെ വിളിച്ചൊരെണ്ണം കൂടെ ഓർഡർ ചെയ്തോ, എടുത്തോ. അതാണ്, അത് ഒരിക്കൽ യൂസ് ചെയ്യുന്നവര് പിന്നെ ചോദിച്ചു വാങ്ങുന്നതാണ്. അതിന്റെ ക്വാളിറ്റി അത്രയ്ക്കാണ്, 100% നാച്ചുറലാണ്. അപ്പൊ അതുകൊണ്ട് സ്കിന്നിന്റെ എന്ത് പ്രോബ്ലം ഉള്ളവർക്കും ഇത് വാങ്ങി അപ്ലൈ ചെയ്യാവുന്നതാണ്. 15 ദിവസത്തിനുള്ളിൽ കൃത്യമായ മാറ്റം അനുഭവിച്ചറിയാൻ പറ്റും അല്ലേ? നമുക്ക് നമ്മുടെ കാര്യത്തിൽ നമുക്ക് അനുഭവമാണ്. ഞാനിപ്പം ജ്യോതി എന്റെ ഈ മെലസ്മയ്ക്ക് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിരുന്നു, ജ്യോതിയോട് ഇന്നാള് കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ഞാനൊരു ഓയിന്റ്മെന്റ് അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇപ്പൊ ഞാനത് ഒഴിവാക്കി പൂർണ്ണമായിട്ട്. കാരണം ഇതൊരു 90% കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ അത് ഉപയോഗിച്ചിട്ട് ചെറിയ ഓയിന്റ്മെന്റ് ആണെന്ന് പറഞ്ഞാലും അതിനകത്തും ചെറിയ അളവിലൊക്കെ സ്റ്റിറോയിഡ് കാണാം. കാലങ്ങളോളം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാനും അതങ്ങ് ഉപേക്ഷിച്ചു. ഇപ്പൊ ഈ ക്രീം മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇപ്പം ജ്യോതിയുടെ അനുഭവം പറഞ്ഞപ്പോ ഉണ്ടല്ലോ, എനിക്ക് മനസ്സിലായി ഇത്രയും പഴക്കമുള്ള അങ്ങനെ ഒരവസ്ഥ അവിടെ മാറാമെങ്കിൽ തീർച്ചയായിട്ടും മെലസ്മ എന്ന് പറയുന്ന സംഭവത്തെ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ ഈ ക്രീമിന് പറ്റും. പക്ഷേ എൻ്റെതൊക്കെ ഒരു 20 കൊല്ലത്തോളം പഴകിയതാണ്. അത്രയും പഴക്കമുള്ള സംഭവം തുടച്ചു മാറ്റാൻ 15 ദിവസമൊന്നും പോരാ, ഒരു 2-3 മാസം നമ്മൾ തുടർച്ചയായിട്ട് അപ്ലൈ ചെയ്താൽ തീർച്ചയായിട്ടും മാറും. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ അങ്ങനത്തെ ആ പ്രോബ്ലം ഇല്ലാത്ത സ്കിന്നില്ലേ, ഫേസിലെ മറ്റു സ്ഥലങ്ങള്, അത് ഒന്നുകൂടെ ക്ലിയർ ആയി, ഗും വന്നു. അപ്പം എന്താ ജ്യോതി, ബാക്കി ഇതിനെ കൂട്ടിച്ചേർക്കാനുള്ള എന്താണെന്നറിയാമോ? എനിക്കൊക്കെ ഒരു 37 വയസ്സായപ്പോൾ തുടങ്ങിയ സംഭവമാണ്. ഇപ്പം വയസ്സ് 60 കയറി. പക്ഷേ കുറച്ചുകൂടി ചെറുപ്പക്കാർ നിന്നെ പോലെ ഉള്ളവരൊക്കെ ഇപ്പം ഈ അവസ്ഥ ഉള്ളതുകൊണ്ട് നീ അവിടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തു, അപ്ലൈ ചെയ്തു. പക്ഷേ നേരത്തെ തന്നെ ഒരു 30 വയസ്സൊക്കെ കഴിയുമ്പോൾ ലേഡീസ് ഇത് വാങ്ങി എന്തായാലും ബ്യൂട്ടി ക്രീമൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ഫെയർനെസ് ക്രീമൊക്കെ ഉപയോഗിക്കുന്നവരാണ്, ബ്യൂട്ടി പാർലറിൽ പോകുന്നവരാണ്. അപ്പോൾ അവിടെയൊക്കെ പോയി കെമിക്കൽ ഇട്ട സാധനം വാങ്ങി അപ്ലൈ ചെയ്യാതെ ഇതങ്ങ് വാങ്ങി നേരത്തെ അപ്ലൈ ചെയ്ത് തുടങ്ങിയാൽ മെലസ്മ വരാതിരിക്കും. വന്നിട്ട് പിന്നെ അത് മാറ്റാൻ നടക്കുന്നതിനേക്കാളും നല്ലതല്ലേ വരാതിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഗുണമുണ്ട് ഇതിന് അല്ലേ? അപ്പൊ ഞാൻ കാലിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോ ഞാൻ ഇതിൽ അവരെ കാണിക്കാം കേട്ടോ. ബിഫോർ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആഫ്റ്റർ കാണിച്ചു. ബിഫോർ നേരത്തെ കാല് കാണാൻ പോലും പറ്റാത്ത. ഇപ്പൊ ജ്യോതി തന്നെ അന്നത്തെ മുഖമല്ല ഇന്ന് ഞാൻ കാണുമ്പോൾ കുറച്ച് കോൺഫിഡൻസ് വർദ്ധിച്ചു, സന്തോഷം വർദ്ധിച്ചു. കാല് നാലാളെ കാണിക്കുന്നത് മാത്രമേ നമുക്ക് കാല് കുത്തിയൊന്നും നടക്കുന്നത്. അതെ, കാണിക്കുന്നത് നമുക്കൊന്ന് മുറ്റത്തിറങ്ങി ഒന്ന് മുറ്റം അടിക്കണം, പറമ്പിൽ ഇറങ്ങി എന്തെങ്കിലും ഒന്ന് എടുക്കണം. മനുഷ്യരല്ലേ, അപ്പൊ പൊടി പറ്റുമെന്നും പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ട് പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച് പൊടി പറ്റുമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കാനേ പറ്റത്തില്ല. ഇനി പറമ്പിൽ ഇറങ്ങിയില്ലെങ്കിൽ പെരക്കകത്ത് നമ്മൾ കാണാത്ത പൊടികൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അപ്പൊ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം, സ്ഥിരമായ പരിഹാരമാണ് ഈ ഹണി വാക്സ് ക്രീം എന്നുള്ളത്.
അല്ലേ? എന്നല്ലേ അനുഭവം പഠിപ്പിക്കുന്നത് നമ്മളെ. ആ അപ്പം അതുപോലെ ഈയിടെ ഒരു അമ്മ എന്നോട് പറയുകയാണേ, അവരുടെ മോന് തലയില് താരൻ എന്ന അവസ്ഥ കൂടിയിട്ട് സ്കിന്ന് വിണ്ട് കീറിയിരിക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഈ ക്രീം എൻ്റെ കയ്യിലുണ്ട്, വാങ്ങി എത്രയും പെട്ടെന്ന് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പം മോന് ബാംഗ്ലൂർ വർക്ക് ചെയ്യുക, വരട്ടെ, അപ്പോൾ വാങ്ങി കൊടുക്കാന്ന് പറഞ്ഞു. ഈ തലയിലൊക്കെ അങ്ങനത്തെ ഒരു അവസ്ഥ വെള്ളം പോലും ഒഴിക്കാൻ നീറ്റല് അവരൊക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലുമാണ്. ഇതിന് ചെറിയ വിലയിൽ ഇത്രയും ക്വാളിറ്റി ഉള്ള സാധനം, ഗുണമുള്ള സാധനം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സന്തോഷമായി. അപ്പൊ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇനി ക്രീം ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോളൂ. ഞാൻ ഈ വീഡിയോയിൽ ചേർക്കാം, ഒരു നമ്പർ ചേർക്കാം, കോൺടാക്ട് നമ്പർ. ആ നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ക്രീം ആവശ്യമുള്ളവർക്ക് ദൂരെ ആണെങ്കിലും കൊറിയറായിട്ടൊക്കെ അയച്ചു തരാം. ഇത്രയും ഗുണമേന്മയുള്ള ക്രീമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ജ്യോതിയുടെ അടുത്ത് വന്ന് ഇക്കാര്യങ്ങൾ അവളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചത്. അപ്പോൾ ഇനി മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ജ്യോതി, ഒരു കാര്യവും കൂടെ, ഇനി ഞാനൊരു 2 ആഴ്ച കഴിഞ്ഞല്ലേ, 1 മാസം കഴിഞ്ഞ് ഒന്നും കൂടെ വരാം. അപ്പത്തേന് ഇത് ഫുള്ള് പോയിട്ട് കാല് നല്ല ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കാണിക്കാൻ പറ്റും, അല്ലേ? ഓക്കെ, അപ്പൊ ബൈ. ഒരു ബൈ പറഞ്ഞു. ബൈ.